ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, നമ്മുടെ ജനറൽ മനോജ് മുകുന്ദ് നർവാനയുടെ പുസ്തകം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെല്ല് ഈ കേസ് അന്വേഷിക്കുകയാണ്. അവർ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പെൻഗ്വിൻ ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഈ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതിൽ നിന്ന് ആ PDF പുറത്തേക്ക് പോയിട്ടില്ല, തങ്ങളിത് ആർക്കും നൽകിയിട്ടില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധിക്ക് ഈ പുസ്തകം എങ്ങനെ കിട്ടി, ഈ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൻ്റെ കോപ്പി എങ്ങനെ കിട്ടി എന്ന ചോദ്യം ഇപ്പോൾ വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഡൽഹി പോലീസിന് അല്ലെങ്കിൽ ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെല്ലിന് ഈ വിഷയത്തിൽ ഇനി എന്താണ് എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകാൻ പോകുന്നത്, ഈ പുസ്തകം എങ്ങനെ ചോർന്നു, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭ്യമാകുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയാണ് ഈ വിഷയത്തിൽ പെൻഗ്വിൻ അഭിപ്രായ പ്രകടനം നടത്തിയത്. അതായത് തങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റോ ടൈപ്പ് സ്ക്രിപ്റ്റോ ഒന്നും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പെൻഗ്വിൻ വ്യക്തമാക്കുന്നു. അങ്ങനെ വ്യക്തമാക്കുമ്പോൾ പിന്നെ ഒന്നുകിൽ രാഹുൽ ഗാന്ധി വ്യാജ പുസ്തകമായിരിക്കാം ലോക്സഭയിൽ പ്രദർശിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ലോക്സഭയെയും പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ചതിൽ അവകാശ ലംഘനം നോട്ടീസ് വരും. പക്ഷെ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ഓതർ, പുസ്തകം എഴുതിയ വ്യക്തി ജനറൽ MM നരവാനെ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൻഗ്വിനും രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശ്രദ്ധിച്ചോ? പെൻഗ്വിൻ പറഞ്ഞു തങ്ങളുടെ ഭാഗത്ത് ഒന്നും ചോർന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആരുടെയോ ഭാഗത്ത് നിന്ന് ചോർന്നു എന്ന് പരോക്ഷമായിട്ട് പറയുകയാണ് അവിടെ ചെയ്തത്. ആരാണ് പിന്നെ ഇതിനകത്തിൽ അറിയാവുന്ന ഒരാളുള്ളത്? എഴുതിയ ആള് തന്നെ അല്ലേ? അല്ല, സാമാന്യ ബുദ്ധിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഞാൻ പ്രശാന്ത് ഒരു പുസ്തകം എഴുതുന്നു, പ്രശാന്ത് ഒരു പ്രസിദ്ധീകരണശാലയ്ക്ക് കൊടുക്കുന്നു. പ്രശാന്ത് പ്രസിദ്ധീകരണശാല പറയുന്നു ഞങ്ങളല്ല ഈ പുസ്തകത്തിൻ്റെ ടൈപ്പ് ചെയ്ത കോപ്പിയോ അല്ലെങ്കിൽ എഴുതി കയ്യെഴുത്ത് പ്രതിയോ രണ്ടും പുറത്ത് വിട്ടത് ഞങ്ങളല്ല എന്ന് പറയും. പിന്നെ അത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഉത്തരവാദി? എഴുതിയ ആൾ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എഴുതിയ ആള് കാര്യകാരണ സഹിതം നിഷേധിക്കണം. എഴുതിയ ആൾ നിഷേധിച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പോ സംശയത്തിന്റെ നിഴലിലാവുന്ന ആരാണ്? എന്തായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കട്ടെ, ചോദിക്കും. തീർച്ചയായിട്ടും സമാനമായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. നമ്മുടെ EP ജയരാജൻ ഒരു പുസ്തകം എഴുതുകയും DC ബുക്സ് അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിലെ ഉള്ളടക്കം പുറത്തു വന്നു. അത് അവസാനം ഇതുപോലെ പോലീസ് അന്വേഷണത്തിലേക്കൊക്കെ എത്തി. അവസാനം DC അത് അവരുടെ കയ്യിൽ നിന്ന് പുറത്തു പോയതാണ്, അല്ലെങ്കിൽ അവരുടെ ഇത് കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്ന് അത് പുറത്തു പോയതാണ് എന്ന ഒരു വിവരമാണ് നമുക്കൊക്കെ ലഭ്യമായത്. സമാനമായ ഒരു രീതിയിലായിരിക്കുമോ ഇതും സംഭവിച്ചത്? കേരളത്തിലാണെങ്കിൽ ബലിയാടെന്ന് പറയും, ഡൽഹിയിലാവുമ്പം ബലിക്ക ബക്ര എന്ന് പറയും. അങ്ങനെ ഒരു ബലിക്ക ബക്രയെ പെൻഗ്വിൻ കണ്ടുപിടിക്കുമോ? അതോ അതോ കള്ളൻ കപ്പലിൽ തന്നെ ആണോ? ഇത് രണ്ടിലേതെങ്കിലും ഇല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ കേരളത്തിലേതിന് സമാനമായ അന്തരീക്ഷമല്ല ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ പ്രകടനമൊന്നും ഭീകരമായിട്ട് നടത്തുന്നില്ലെങ്കിലും അതീവ ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘടനകൾ, അവർ ഈ സെക്യൂരിറ്റി ഏജൻസീസ് ഇതിൻ്റെ പല ഡൈമെൻഷൻസിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ റഡാറിൽ മുൻ ജനറൽ MM നരവനെ ഉണ്ട് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അത് അന്വേഷണത്തിൻ്റെ ബലം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഹീസ് ഓൺ ദ റഡാർ എന്ന് ഞാൻ പറയും. അല്ല, ഇതിനകത്ത് ആരാണോ
കുറ്റക്കാരൻ അവർ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിലെത്തണം. ഈ പറഞ്ഞതുപോലെ ഉണ്ടയില്ലാ വേണ്ടി പൊട്ടിക്കുകയാണ് രാഹുൽ ചെയ്തതെങ്കിൽ അദ്ദേഹത്തിനെതിരെ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കണം. അല്ല അല്ല, അതിനുള്ള പെൻഗ്വിനാണ്. സാധ്യത വളരെ കുറവാണ്. കാരണം ആ, ഇവിടെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പെൻഗ്വിനോ, അതായത് അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ തെറ്റാണെന്ന് പെൻഗ്വിനോ, അതല്ലെങ്കിൽ ഇതിൻ്റെ സാരം അല്ല രത്നച്ചുരുക്കം അടിസ്ഥാനപ്പെടുത്തി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച കാരവനോ രണ്ടുപേരും അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ഇല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കേണ്ടത്? ആ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇത് ചോർന്നു എന്നുള്ളത് ഏത് വഴിയാണെന്നുള്ളതിൽ സംശയവും. അതാണ് അപ്പം കണ്ടെത്തേണ്ടത്. ഇതിനകത്തിൽ ഒരു ജനറൽ നരവണയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു പഴുത് എന്ന് പറയുന്നത് 1950-ലെയും 1954-ലും ഇത് സംബന്ധിച്ച ആർമിയുടെ റൂളും 2 നിയമങ്ങളുണ്ട്. 50-ലെ നിയമത്തിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. പിന്നെ 2 നിയമങ്ങളുണ്ട്. ഈ 2 നിയമങ്ങളും സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ബാധകം. റിട്ടയർ ചെയ്തതിന് ശേഷം ഉള്ളവർക്ക് അങ്ങനെ ആർമിയുടെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ, ആർമിയുടെ എന്നല്ല, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു അനുവാദം വേണമെന്നില്ല പ്രസിദ്ധീകരിക്കാൻ. അങ്ങനെ ഒരു പഴുത് അതിലുണ്ട്. പക്ഷേ ആ പഴുത് അവിടെ കിടക്കുമ്പോഴും വേറൊരു നിയമം അവിടെ ഉണ്ട്. അതായത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. എനിക്ക് തോന്നുന്നത് 1929 എന്താണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമം ഇതുവരെ അസാധുവാക്കിയിട്ടില്ല. അപ്പൊ ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് രാജ്യത്തിന് പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും അതുപോലെ രാജ്യത്തിന്റെ ഐക്യത്തിനുമൊക്കെ എതിരാകാവുന്ന ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിന് വലിയ ശിക്ഷയുണ്ട്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അത് ലംഘിച്ചതിന്. എന്നാലും അമേരിക്കയിലെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 35 കൊല്ലം അങ്ങാണ്ട് ജയിലിൽ കിടക്കണം. ചൈനയിലാണെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒറ്റ വെടി വെക്കും അവർ. ആ രണ്ടും ഇന്ത്യയിലില്ല എന്നുള്ളത് നരവണയ്ക്കൊരു ഒരു ആശ്വാസമായിരിക്കാം. പക്ഷേ ഇവിടെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിന്റെ പരിധിയിൽ ഇത് വരുമോ? ഇതിലൊരു പ്രശ്നം നരവണ കാണിച്ചിരിക്കുന്നത്, അദ്ദേഹം ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് പുറത്തു വിട്ടിരിക്കുകയാണ്. അത് നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്യാം. നമ്മുടെ ഈ ചർച്ചയ്ക്ക് മറുപടിയുമായിട്ട് ആരെങ്കിലും വരട്ടെ, അപ്പോൾ ഞാനത് ചർച്ച ചെയ്യാം. ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് പുറത്തു വിട്ടിരിക്കുകയാണ്. ആ ഓപ്പറേഷണൽ ഡീറ്റെയിൽസ് ഒരു കാരണവശാലും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പുറത്തു വിടാൻ പാടില്ല. ഇവിടെ നരവണയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. 2020 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ 34 പുസ്തകങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അനുവാദം കൊടുത്തിട്ടുണ്ട് പ്രസിദ്ധീകരണത്തിന്. ഈ ഒരൊറ്റ പുസ്തകമാണ് അവർ കൊടുക്കാതിരുന്നത്. അപ്പോൾ തന്നെ ഇതിൽ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് ജനറൽ നരവണയെ പോലൊരാള് ഇങ്ങനെ ആലോചിക്കാതെ ഒരു പ്രവൃത്തി ചെയ്തത്? പുസ്തകം എഴുതുക എന്നുള്ളത് ഏതൊരു വ്യക്തിയും ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനൊരു ലക്ഷ്യമില്ലേ പ്രശാന്തേ? എന്ത് പറയുന്നു? ഒരു പുസ്തകം സത്യങ്ങൾ മറ്റുള്ളവരും കൂടി അറിയണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ആയിരിക്കുമല്ലോ എഴുതുന്നത്. അതെ, പ്രത്യേകിച്ച് ഒരു സൈനികോദ്യോഗസ്ഥൻ എഴുതുന്നത് എന്തിനാണ്? അത് രാഷ്ട്രത്തിന്റെ സുരക്ഷയെയും രാഷ്ട്രത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് അങ്ങനെ വെറുതെ കളയാൻ പാടില്ല. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സൈനികോദ്യോഗസ്ഥൻ. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവർ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള മറ്റുള്ളവർ എഴുതും. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സർവീസിലാണെങ്കിലും റിട്ടയർ ചെയ്താലും അദ്ദേഹത്തിന് രാഷ്ട്ര താല്പര്യം അദ്ദേഹത്തിന്റെ മുന്നിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് അതായിരിക്കും അദ്ദേഹത്തിന് മുന്നിൽ. അപ്പോ അങ്ങനെ ആണെങ്കിൽ ഇത് എന്തിനെഴുതി? ഇതിലെ ചില തീരുമാനമെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ചൈനയിലെ ഒരു ജനറൽ എന്തുകൊണ്ട് ഇതുപോലൊരു പുസ്തകം എഴുതിയില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചൈനയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷനിൽ നിന്നും വളരെ പ്രഗത്ഭരായ 2 ഉദ്യോഗസ്ഥരെ, 2 സൈനിക മേധാവികളെ, ജനറൽമാരെ ഷീ ജിൻപിങ് പുറത്താക്കി.
ആ മേധാവികൾ ഇതുപോലൊരു പുസ്തകം എഴുതിയില്ലല്ലോ. എന്തുകൊണ്ട് എഴുതിയില്ല? ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വളരെയധികം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിലെ ജനറലുകളൊന്നും ഇത് എഴുതുന്നില്ലല്ലോ. അമേരിക്കയ്ക്ക് പിന്നെ അതെന്താണ് കാരണം? പാകിസ്ഥാന്റെ ഏതെങ്കിലും വിവരമില്ലാത്ത രാജ്യം നമ്മൾ അധിക്ഷേപിക്കുന്ന പാകിസ്ഥാന്റെ ജനറൽമാർ പോലും ഇങ്ങനൊന്നും എഴുതുന്നില്ലല്ലോ. നാഷണൽ സെക്യൂരിറ്റിയാണ് അവിടുത്തെ വിഷയം. അപ്പോ നമ്മുടെ തീരുമാനം എടുക്കുന്ന രീതികളെ കുറിച്ച് നമ്മൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല. അതാണ് ഓപ്പറേഷണൽ ഡീറ്റെയിൽസിന്റെ ഏറ്റവും പരമമായ ഒരു പിന്നെ ഒരു രഹസ്യമാണത്. അവിടെ ജനറലിന് പാളിച്ച പറ്റിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെ പെട്ടെന്ന് ആലോചനയില്ലാതെ ഒരാൾ എഴുതുമോ? ആലോചിക്കാതെ എഴുതുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് പല തീരുമാനങ്ങളും അദ്ദേഹം ആലോചിക്കാതെ എടുത്തിട്ടുണ്ടായിരിക്കണമല്ലോ ഇതിനു മുമ്പും. ഇപ്പൊ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി പെൻഗ്വിന്റെ തലയിലോ കാരവാൻ മിസ്ഇന്റർപ്രറ്റ് ചെയ്തോ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ആർക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റാത്ത രീതിയിലേ എഴുതാൻ പാടുള്ളൂ. അങ്ങനെ വേണം ഒരു സൈനിക മേധാവി ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ നറേഷനും വേർഡിങ്ങും എല്ലാം അങ്ങനെ ആയിരിക്കണം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തരുത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിനെ എന്തുകൊണ്ട് കാണിച്ച് പിന്നെ ഈ ഇന്ത്യ ടുഡേ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇന്നലെ അവരുടെ സൈറ്റിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അത് സത്യമാണോ ഇല്ലയോ എന്ന്. ഇപ്പൊ പ്രത്യേക അന്വേഷണ ടീമുണ്ടല്ലോ, അവര് അത് പുറത്തു കൊണ്ടുവരട്ടെ. ഇന്ത്യ ടുഡേയുടെ ഞാൻ സൈറ്റിൽ നിന്ന് വായിച്ചാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ടുഡേ പറയുന്നത് ദില്ലിയിലെ ചില പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളിൽ ഇത് വിൽക്കാൻ വെച്ചിരുന്നുവെന്നാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് നിന്നും അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് പുറത്തിറങ്ങിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് ആരിറക്കിയതാണ്? ഇപ്പൊ പെൻഗ്വിൻ പറയുന്നത് ഞങ്ങൾ ഇറക്കിയതല്ലെങ്കിൽ മറ്റാരോ പിന്നെ ആര് ആണ് പുസ്തകം ഇറക്കിയത്? മറ്റാരോ അത് മാനുസ്ക്രിപ്റ്റ് കൈവശപ്പെടുത്തി പുസ്തകം ഇറക്കിയെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതാരായിരിക്കണം അത് ചെയ്തത്? എന്തായിരിക്കണം അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഞാൻ ആദ്യമേ പറഞ്ഞു, ഓരോ പുസ്തകം ഒരാൾ എഴുതുമ്പോൾ അതിലൊരു മെസ്സേജിങ് ഉണ്ടാകും. എന്തായിരിക്കണം ആ മെസ്സേജിങ്? എന്തായിരിക്കണം ഇത് മോട്ടീവ്? അതിനൊക്കെ ഒരുപാട് മറുപടി പറയേണ്ട. ഇപ്പം ഈ വിഷയം പുറത്തു വന്ന നാളുകളായി. എന്തുകൊണ്ടാണ് ജനറൽ നരവണെ ഇതുവരെ ഒരു അക്ഷരം മിണ്ടാതിരുന്നത്? എന്താണ് അദ്ദേഹം തൻ്റെ മൗനം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ. കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹം മൗനം പാലിക്കുന്നത്? കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ചെയ്യേണ്ട എന്താണ്? സത്യം പുറത്തു വരികയല്ലേ? അല്ലെങ്കിൽ കൂടുതൽ ഊഹാപോഹങ്ങൾ അത് സംബന്ധിച്ച് വരികയല്ലേ ചെയ്യുന്നത്? ഇപ്പം ഒരു ദുരൂഹമായ സംഭവം അത് മിണ്ടാതിരുന്നാൽ അങ്ങ് അടങ്ങിപ്പോകും. ഇതൊക്കെ നമ്മൾ സർവീസ് ഇരിക്കുമ്പോൾ നമ്മുടെ ജൂനിയർമാരോട് പറയാം, ഇനി ആരും ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, എല്ലാവരും അപ്പം എനിക്കറിയാം ഇതിൻ്റെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന്. ഇപ്പം പലയിടത്തും അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, അവർ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയണം, ഈ പത്രക്കാരാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്, അവർ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് നമ്മൾ അങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ നമ്മളൊരു 100 വട്ടം അങ്ങ് പറഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം അങ്ങ് തീർന്നു. എന്താ കണ്ണടച്ചുകൊണ്ട് പാല് കുടിച്ചാൽ ലോകം മുഴുവൻ ഇരുട്ടിലാവും? നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ മാത്രമേ ഇരുട്ടിലാവുള്ളൂ, ലോകം ഇരുട്ടിലാവില്ല. ജനറൽ നരവണയും മിണ്ടാതിരുന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പണ്ട് ജോലി ചെയ്ത ആൾക്കാർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ മാത്രമേ അത് ഇല്ലാതാവുന്നുള്ളൂ. പൊതുസമൂഹത്തിന് അത് ഇല്ലാതാവുന്നില്ല. സിവിലിയൻ ലൈഫിലാണ് അദ്ദേഹം ഇപ്പോഴും. മിലിറ്ററി ലൈഫ് കഴിഞ്ഞു, സിവിലിയൻ വേൾഡിലാണ് അദ്ദേഹം. ഈ സിവിലിയൻ ലൈഫിൽ വരുമ്പോൾ അദ്ദേഹം സിവിലിയൻ നിയമങ്ങൾ പാലിക്കണം. അതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ കർത്തവ്യവും കടമയും. അവിടെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മൗനം ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായ ക്ലാരിഫിക്കേഷൻ പറയണം. ഇപ്പൊ ഇന്ന് രാവിലെ പെൻഗ്വിനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. പക്ഷേ പോലീസ് കേസിലേക്ക് നീങ്ങിയെന്ന് കണ്ടതുകൊണ്ടാണ് പെൻഗ്വിൻ ഇത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമേ നമ്മൾ ഇത് സംബന്ധിച്ച ഒരു ചർച്ച നടത്തിയപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കാരവാനെ അത്ര വലിയൊരു ഒരു ഫെയർ ജേർണലിസം പിന്തുടരുന്ന ഒരു മാധ്യമ സ്ഥാപനമായിട്ട് ഞാൻ കരുതുന്ന ആളല്ല. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം അവരുടെ നയങ്ങളും അവരുടെ പ്രവർത്തന ശൈലിയെല്ലാം എനിക്കറിയാം, ഒക്കെ എനിക്കറിയാം. പക്ഷേ
ഇവിടെ അവരെ കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. കുറ്റപ്പെടുത്തണമെങ്കിൽ ജനറൽ ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. ജനറൽ ഹാസ് നോട്ട് ക്ലാരിഫൈഡ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വസ്തുതകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അദ്ദേഹം സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ടതല്ലായിരുന്നു നേരത്തെ. ആദ്യം തന്നെ അദ്ദേഹം പറയേണ്ടതല്ലായിരുന്നു എൻ്റെ പുസ്തകത്തിൽ, ഒന്നുകിൽ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ വ്യാഖ്യാനം ചെയ്യുന്നത് പുള്ളി പറയുന്നത് പോലെ മാത്രമേ എല്ലാവരും വ്യാഖ്യാനം ചെയ്യാവുള്ളൂ എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരിക്കൽ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു വാചകം പറഞ്ഞാൽ, അത് പിന്നെ നിങ്ങളുടേതല്ല, അത് ലോകത്തിന്റെ സമക്ഷമാണ്. ലോകമാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ വാക്കുകളിൽ നിന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ വേറൊന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന വാക്ക് അക്ഷരാർത്ഥത്തിലാണ് ജനം എടുക്കുന്നത്. നിങ്ങൾ പറയും, ചിലപ്പോൾ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മൾ വീടിനടുത്ത് കിടന്ന് ഉരുളും. എങ്ങനെയാണെന്നറിയോ? അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് എഴുതിയത്? ചുമ്മാതെ അബദ്ധത്തിൽ സംസാരിച്ചാൽ പോലും നമുക്ക് ക്ഷമിക്കാം. കാരണം സംസാരം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കാതെ ചിലപ്പോൾ നമ്മൾ ഒരു ഒഴുക്കിന് സംസാരിച്ച് വരുമ്പോൾ അറിയാതെ പറഞ്ഞു പോകാം. പക്ഷെ ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഒരു വരി എഴുതി വെട്ടി തിരുത്തി വീണ്ടും എഴുതി അത് എഡിറ്റിങ്ങിന് വിധേയമായി പ്രസിദ്ധീകരണശാലയിൽ ചെന്നിട്ട് വീണ്ടും എഡിറ്റിംഗ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന പുസ്തകത്തിലേത് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയാൻ എന്തർത്ഥമാണുള്ളത്? ഒരധികാരവുമില്ല. തികച്ചും ഇറസ്പോൺസിബിൾ ആണ് ആ പിന്നെ വാക്കെന്ന് പറയുന്നത്. ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുന്നത് ഇറസ്പോൺസിബിൾ റെസ്പോൺസ് ആണ്. കാരണം നിങ്ങൾ ഇത്രയും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പുസ്തകം എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതരുതപ്പാ. നിങ്ങളോട് ആര് നിർബന്ധിച്ച് പുസ്തകം എഴുതാൻ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എല്ലാ ജനറൽമാരും പുസ്തകം എഴുതണമെന്ന് ഈ നാട്ടിൽ നിയമമുണ്ടോ? ആർമിയുടെ ഏതെങ്കിലും ചട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ പുസ്തകം എഴുതിയിട്ട് നിങ്ങൾ അങ്ങനല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പൊ ഇതിലൊക്കെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ മൗനം ഒന്നിനും മറുപടിയല്ല. ഇംഗ്ലീഷില് പിന്നെ ഫ്രാൻസിലെ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ജാൻ പോൾ സാർത്ര ഒരിക്കൽ പറഞ്ഞു, സൈലൻസ് ഈസ് വയലൻസ് എന്ന് പറഞ്ഞു. പലയിടത്തും നമ്മുടെ മൗനം നമ്മള് പിന്നെ ഈ കലാപം മൗനം നമ്മുടെ മൗനം കൊണ്ട് കലാപം നമ്മൾ സൃഷ്ടിക്കും. ഇവിടെ കലാപ സമാനമായ അന്തരീക്ഷം നമ്മൾ മൗനം കൊണ്ട് സൃഷ്ടിക്കും. കാരണം നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ടിടത്തോ ക്ലാരിഫൈ ചെയ്യണം. ഈ നാളെ ഇപ്പം എനിക്കും പ്രശാന്തിനുമൊക്കെ യുക്തിസഹമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ജനറൽ നരവാനെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചാൽ നമുക്ക് പിന്നീട് പരാതിയൊന്നുമില്ല. പക്ഷെ യുക്തിസഹം ആയിരിക്കണം. അല്ലാതെ അദ്ദേഹം പണ്ട് സൈന്യത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം പറയുന്ന എന്തും അങ്ങ് അനുസരിക്കും, എസ് സാർ എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിക്കും. അത് പറ്റില്ല. ഇത് സിവിലിയൻ ലോകമാണ്. ഈ സിവിലിയൻ ലോകത്തിൽ അദ്ദേഹം സിവിലിയൻ നിയമങ്ങൾ പ്രകാരം അദ്ദേഹം വിചാരണ ചെയ്യപ്പെടും. വിചാരണ ചെയ്യണ്ടായെന്നുണ്ടെങ്കിൽ അങ്ങ് പുസ്തകം എഴുതരുതായിരുന്നു. ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ടായെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യരുത്. ഇത് വിറ്റ് കാശുണ്ടാക്കാൻ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലല്ലോ. ഈ പുസ്തകം എഴുതിയത് കൃത്യമായിട്ട് ഒരു ലക്ഷ്യത്തിനാണ്, അത് വിറ്റ് കാശുണ്ടാക്കാനും കൂടാണ്. അപ്പൊ അങ്ങനെ ഒരു കമേഴ്സ്യൽ വെഞ്ചറാണ് അദ്ദേഹം നടത്തിയത്. ആ കമേഴ്സ്യൽ വെഞ്ചറിന് എരിവും പുളിയും ചേർക്കാൻ ആണ് സാധാരണ ഇത്തരമൊക്കെ. ഇദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഇത്തരം വിവാദ പരാമർശങ്ങൾ റിട്ടയർഡ് ദേഹങ്ങൾ നടത്തുന്നത് എല്ലാം തന്നെ അവരുടെ പുസ്തകം വിറ്റുപോകാനാണ്. അവർ തന്നെയാണ് അതിനകത്തിലെ ഈ പറയുന്ന വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ തന്നെയാണോ ഈ വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും വിഷയമുണ്ട്? എന്തായാലും വെറുതെ രാഹുൽ ഗാന്ധിയെയും കാരവാനെയും മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പ്രശ്നം അവസാനിക്കില്ല. അതിൽ യഥാർത്ഥ ഉത്തരവാദി അവരൊന്നും അല്ലല്ലോ ഈ പുസ്തകം എഴുതിയത്. ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടാണല്ലോ അവർക്കൊക്കെ ഇത് ലോക്സഭയിലോ കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ശരി, സത്യമേവ ജയതേന്നാണല്ലോ. അപ്പം അത് സത്യം അവസാനം സത്യം തന്നെ ജയിക്കട്ടെ. സത്യത്തിനെ രക്ഷിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം തന്നെ ജയിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ, അവർ വലിയ അധികാരങ്ങളുള്ള, ഈ ഡൽഹി പോലീസിൽ തന്നെ വലിയ അധികാരങ്ങളുള്ള ഒരു വിഭാഗമാണ്.
അവർക്ക് ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ ശരിയായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഇവിടെ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്ന് അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. നമ്മളെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിവാദത്തിന് കൃത്യമായ ഒരു പരിസമാപ്തി ഉണ്ടാകേണ്ടതുണ്ട്. അത് പറഞ്ഞതുപോലെ വെറുമൊരു രാഷ്ട്രീയ അഭ്യാസം മാത്രമായിട്ട് ഒടുങ്ങാൻ പാടില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കല്ലും നെല്ലും തിരിച്ച് എവിടെയാണോ വീഴ്ച സംഭവിച്ചത് ആ വീഴ്ച കണ്ടെത്തി ഇനി അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണമുള്ള നടപടികളിലേക്ക് ഇത് പോകട്ടെ. ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ സത്യമേവ ജയതേ, സത്യം തന്നെ ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. ആ സത്യമേവ ജയതയുടെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം കൂടി നമ്മൾ വിട്ടുപോകാറുണ്ട്. സാധാരണ ആ കഷ്ണമുണ്ട്. ഇത് മുണ്ടകോപനിഷത്തിലെ വാക്യമാണ്. അത് സത്യമേവ ജയതേ ന അനൃതം എന്നുകൂടിയുണ്ട്. അനൃതം, അസത്യം ഒരിക്കലും ജയിക്കില്ല എന്നുകൂടിയാണ്. അതുകൊണ്ട് ഇവിടെ സത്യം മാത്രം ജയിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.